ഇൻഫ്ലേഷൻ കുറേ ടൈപ്സ് ഉണ്ടല്ലോ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻഫ്ലേഷനെ പറ്റിയിട്ട് കുറച്ച് സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കാം. ഒരു എക്കോണമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ജനറൽ പ്രൈസ് ലെവൽ ഇൻക്രീസ് ആവുന്നതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ പ്രൈസ് കൂടുന്ന സമയത്ത് ആ മണിയുടെ പർച്ചേസിങ് പവർ അവിടെ കുറയുകയാണ്. ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നോക്കാം. ഈ ഇമേജിൽ കാണുന്ന പോലെ ആദ്യം നമുക്ക് 100 രൂപയ്ക്ക് 5 ഐറ്റംസ് വാങ്ങിക്കാൻ പറ്റുമായിരുന്നു. ഒന്ന് റൈസ്, മിൽക്ക്, ബ്രെഡ്, ഓയിൽ, ഷുഗർ, ഇങ്ങനെ 5 കാര്യങ്ങൾ വാങ്ങിക്കാൻ പറ്റുമായിരുന്നു 100 രൂപയ്ക്ക്. പക്ഷേ പിന്നെ ഇൻഫ്ലേഷൻ സംഭവിച്ചു എന്ന് പറയുമ്പോൾ ആ 100 രൂപയ്ക്ക് നമുക്കിപ്പം ചിലപ്പോൾ 4 സാധനമായിരിക്കും വാങ്ങിക്കാൻ പറ്റുന്നത്. ഇപ്പോൾ ഇവിടെയാണെങ്കിൽ റൈസ്, മിൽക്ക്, ബ്രെഡ്, ഓയിൽ, അതായത് ഷുഗർ വാങ്ങിക്കാൻ പറ്റുന്നില്ല. ആ 100 രൂപ തന്നെയാണ് നമ്മൾ യൂസ് ചെയ്തത്. പക്ഷേ ആ 100 രൂപയ്ക്ക് മുന്നേ കിട്ടിയിരുന്ന എത്ര ഗുഡ്സാണോ നമ്മൾ വാങ്ങിച്ചത് അത്രയും നമുക്കിപ്പം വാങ്ങിക്കാൻ പറ്റുന്നില്ല. അവിടെ മണിയുടെ പർച്ചേസിങ് പവർ കുറഞ്ഞു. അതായത് സെയിം എമൗണ്ട് ഓഫ് മണി യൂസ് ചെയ്തിട്ട് മുന്നേ വാങ്ങിച്ചതിനേക്കാളും കുറച്ച് പ്രൊഡക്ട്സ് നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതിനാണ് നമ്മൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിസ്ഇൻഫ്ലേഷൻ എന്താണെന്ന് നോക്കാം. ഡിസ്ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത് ഇൻഫ്ലേഷൻ്റെ റേറ്റ് കുറയുന്നതാണ്. അതായത് ഇൻഫ്ലേഷൻ അവിടെ ഉണ്ട്, ഇൻഫ്ലേഷൻ ഇൻക്രീസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഇൻഫ്ലേഷൻ്റെ റേറ്റ് കുറയുന്നതാണ്. ഒന്നും കൂടി സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് കൂടുന്നതിൻ്റെ ഒരു സ്പീഡ് ഒന്ന് കുറയും. അതായത് പ്രൈസ് കൂടുന്നുണ്ട്, പക്ഷേ കൂടുന്നതിൻ്റെ സ്പീഡ് ഒന്ന് കുറയുന്നുണ്ട്. ഇതൊരു എക്സാമ്പിൾ വെച്ചിട്ട് കാണിച്ചു തരാം. ഇവിടെ തന്നിരിക്കുന്നത് ലാസ്റ്റ് ഇയർ പ്രൈസസ് ഇൻക്രീസ് ചെയ്തത് 10%. അതായത് ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ് ഉണ്ടെന്ന് വിചാരിക്കാം. അതിന് 100 രൂപയായിരുന്നു. ഒരു വർഷത്തിന് ശേഷം അതിന് 110 രൂപയായി. ഓക്കെ, 100 രൂപയിൽ നിന്ന് 110 രൂപയായി. അപ്പം എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ഉണ്ടായത്? 10% പ്രൈസ് ഇൻക്രീസ് ചെയ്തത് അല്ലേ? അത് കഴിഞ്ഞിട്ട് ഈ വർഷമായ സമയത്ത് ഈ 110 രൂപ ഉണ്ടായിരുന്ന ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിന് 116 രൂപയായി. 110 രൂപയിൽ നിന്ന് 116 രൂപയിലേക്ക് ആവുമ്പം എത്ര പെർസെൻറ്റേജ് ഇൻക്രീസ് ആയത്? 6%. ഓക്കെ, അതായത് മുന്നേ 100 നിന്ന് 110 ആയപ്പം 10% ഇൻക്രീസ് ആയത്. പിന്നെ 110 നിന്ന് 116 ആയപ്പം 6% ഇൻക്രീസ് ആയത്. അപ്പോൾ അവിടെ ഇൻക്രീസ് 6% നടന്നിട്ടുള്ളൂ. അതായത് ഇൻഫ്ലേഷൻ അപ്പം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് ഈ വർഷം കുറവാണ്. കഴിഞ്ഞ വർഷം 10% ഇൻഫ്ലേഷൻ ഉണ്ടായിരുന്നു, ഈ വർഷം 6% ഉള്ളൂ. ഇതാണ് ഡിസ്ഇൻഫ്ലേഷൻ. അതായത് ഇൻഫ്ലേഷൻ നടക്കുന്നുണ്ട്, പക്ഷേ ഇൻഫ്ലേഷൻ്റെ സ്പീഡ് ചെറുതായിട്ടൊന്ന് കുറയുന്നു. ഇനി നെക്സ്റ്റ് ടൈപ്പ് ഏതാണെന്ന് നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഡീഫ്ലേഷൻ ആണ്. ഡീഫ്ലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ഒരു എക്കണോമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ജനറൽ പ്രൈസ് തുടർച്ചയായിട്ട് കുറയുന്നതിനാണ് ഡീഫ്ലേഷൻ എന്ന് പറയുന്നത്. അതും ഇനിയും സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ പ്രൈസ് കുറയുമ്പോൾ നമ്മുടെ പൈസയുടെ പർച്ചേസിങ് പവർ കൂടും. ഓക്കെ, നമ്മൾ ഇൻഫ്ലേഷൻ എന്താ പറഞ്ഞത്? പ്രൈസ് കൂടുമ്പോൾ പൈസയുടെ പർച്ചേസിങ് പവർ കുറയല്ലേ ചെയ്യുന്നത്. അപ്പം ഡിഫ്ലേഷൻ അതിൻ്റെ നേരെ തിരിച്ച് പ്രൈസ് കുറയുമ്പോൾ മണിയുടെ പർച്ചേസിങ് പവർ കൂടും. ഒരു എക്സാമ്പിൾ വെച്ച് പറയുവാണെങ്കിൽ ഒരു ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിൻ്റെ പ്രൈസ് ആദ്യം 100 രൂപയായിരുന്നു. അതിൽ നമുക്ക് 5 കാര്യങ്ങളാണ് ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സിൽ കിട്ടുന്നത്. പക്ഷേ പിന്നെ നമുക്ക് ഒരു 90 റുപ്പീസിന് സെയിം ബാസ്ക്കറ്റ് ഓഫ് ഗുഡ്സ്, സെയിം 5 കാര്യങ്ങൾ നമുക്ക് കിട്ടുവാണ്. അപ്പോൾ ആദ്യം 100 രൂപയ്ക്ക് കൊണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് പിന്നെ നമുക്ക് 90 റുപ്പീസിനാണ് കിട്ടുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിച്ചത്? ജനറൽ പ്രൈസ് കുറയുകയാണ് ചെയ്തത്. ഇതിനെയാണ് ഡിഫ്ലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുക? ഇവിടെ മണിയുടെ പർച്ചേസിങ് പവർ ഇൻക്രീസ് ആവും. ഇത് ഓർത്ത് വെക്കാൻ എളുപ്പമാണ്. ഇൻഫ്ലേഷൻ്റെ ഒരു ഓപ്പോസിറ്റായിട്ട് ഓർത്താൽ മതി ഡിഫ്ലേഷനും ഡിസ്ഇൻഫ്ലേഷനും മാറിപ്പോകാതിരുന്നാൽ മതി. നെക്സ്റ്റ് പറയാൻ പോകുന്നത് റീഫ്ലേഷനാണ്. റീഫ്ലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പം തൊട്ട് മുന്നേ പഠിച്ചില്ലേ ഡിഫ്ലേഷൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജനറൽ പ്രൈസ് കുറയുകയെന്ന് പറഞ്ഞു. അതായത് ഇപ്പം എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഒരു TV വിചാരിക്കാം. TVക്ക് ഒരു 25,000 ആയിരുന്നു എന്ന് വിചാരിക്കാം. പിന്നെ അത് കുറഞ്ഞൊരു 20,000 അല്ലെങ്കിൽ 19,000 ആ റേഞ്ചിലെത്തി. അപ്പം ആ ഒരു TV പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി, ആ കമ്പനിക്ക് പ്രോഫിറ്റ് വേണ്ടേ? അപ്പം പ്രൈസ് ഇങ്ങനെ കുറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കമ്പനി എന്തായിരിക്കും ചെയ്യുക? കുറേ സ്റ്റാഫിനെയൊക്കെ ചിലപ്പോൾ ലേസ് ഓഫ് ചെയ്യായിരിക്കും അല്ലേ? കാരണം അവർക്ക് എല്ലാ സ്റ്റാഫിനെയും കൂടെ നിർത്താൻ പറ്റില്ല, അവർക്ക് സാലറി കൊടുക്കണം. അപ്പോൾ ഈ ഡിഫ്ലേഷൻ നമുക്ക് എക്കണോമിക്ക് അത്ര നല്ലതല്ല. ഡീഫ്ലേഷൻ ഉണ്ടായതിനു ശേഷം നമ്മുടെ എക്കണോമീനെ പിന്നെയും തിരിച്ചു കൊണ്ടുവരിക, റിവൈവ് ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമല്ലേ? അതാണ് നമ്മൾ റീഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സിമ്പിളായിട്ട് പറയുവാണെങ്കിൽ ഈ ഡിഫ്ലേഷൻ കാരണം ഡിമാൻഡ്സ് എല്ലാം കുറഞ്ഞില്ലേ? അപ്പം ഈ ഡിമാൻഡ്സ്, പ്രൊഡക്ഷൻ, അതേപോലെ തന്നെ പ്രൈസ് എല്ലാം ഇൻക്രീസ് ചെയ്യുന്ന ആ ഒരു കാര്യത്തിനെയാണ് നമ്മൾ റീഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഡീറ്റെയിൽ ആയിട്ട് പറയുവാണെങ്കിൽ ഈ സ്ലോ ഡൗണിൻ്റെ സമയത്ത് പ്രൈസസും എക്കണോമിക് ആക്ടിവിറ്റിയും എല്ലാം താഴെ പോയും അല്ലേ? എല്ലാം കുറഞ്ഞിരിക്കുകയാണ്. അപ്പം ഗവൺമെൻറ് ടാക്സസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കും. കാരണം ടാക്സസ് ഒക്കെ റെഡ്യൂസ് ചെയ്യുമ്പം നമ്മുടെ ആൾക്കാരുടെ കയ്യിൽ കൂടുതൽ മണി വരും. ടാക്സസ് അടയ്ക്കേണ്ടത് കുറയുവാണല്ലോ, അപ്പം കുറച്ചും കൂടെ നമ്മുടെ കയ്യിൽ മണി വരും. മണി ഇൻക്രീസ് ചെയ്തിട്ടുണ്ടെങ്കിൽ പർച്ചേസിങ് പവർ കൂടും. അതിന് വേണ്ടിയിട്ടാണ് ടാക്സസ് ഒക്കെ റെഡ്യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇപ്പം നമ്മുടെ എക്കണോമിക്ക് വേണ്ടതെന്താണ്? സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്യാം. അത് ഇൻക്രീസ് ചെയ്യിപ്പിക്കാനുള്ള കാര്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ വേറെ ചെയ്യുന്നൊരു കാര്യമാണ് സെൻട്രൽ ബാങ്കൊക്കെ ഇൻട്രസ്റ്റ്,
അതായത് പലിശ അത് കുറയ്ക്കും. അത് കുറയ്ക്കുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കുറയ്ക്കുന്ന ടൈമിൽ കുറേ പേര് ലോൺ എടുക്കാൻ സാധ്യതയുണ്ട്. ലോൺ എടുത്തിട്ട് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ സ്പെൻഡിങ് ഒക്കെ ഒന്ന് എൻകറേജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ചെയ്യുന്ന വഴി സ്പെൻഡിങ്, ഇൻവെസ്റ്റ്മെൻറ്റ്, പ്രൊഡക്ഷൻ എല്ലാം പതിയെ പതിയെ കൂടി നമ്മുടെ എക്കണോമി മെല്ലെ മെല്ലെ ഒരു റിക്കവറിൻ്റെ പാത്തിലോട്ട് വരും. നെക്സ്റ്റ് ടൈപ്പ് ഷ്രിങ്ക്ഫ്ലേഷൻ ആണ്. ആ പേര് തന്നെയുണ്ട്, ഷ്രിങ്ക് എന്ന് പറയുന്നുണ്ടല്ലോ. ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നതിന് പകരം ആ പ്രൊഡക്റ്റിൻ്റെ സൈസ് ചെറുതായിട്ട് വരിക, അഥവാ അതിൻ്റെ ക്വാണ്ടിറ്റി കുറഞ്ഞു വരിക, അതാണ് ഷ്രിങ്ക്ഫ്ലേഷൻ ഉദ്ദേശിക്കുന്നത്. പ്രൈസ് സെയിം തന്നെയായിരിക്കും, പ്രൈസിൽ ഒരു മാറ്റവും ഉണ്ടാവില്ല. ഒരു ബിസ്ക്കറ്റിൻ്റെ ഒരു എക്സാമ്പിൾ വെച്ചിട്ട് നമുക്കിത് എന്താണെന്നൊന്ന് പഠിക്കാം. ഇപ്പോൾ ഇതിവിടെ കാണുന്നുണ്ട്. ആദ്യം ആ ബിസ്ക്കറ്റിൻ്റെ റേറ്റ് 100 ഗ്രാമിന് 50 റുപ്പീസ് ആയിരുന്നു. 100 ഗ്രാം ആണ് ആ ബിസ്ക്കറ്റ് പാക്കറ്റ് വരുന്നത്, അതിന് 50 റുപ്പീസ് ആയിരുന്നു. പിന്നെ അവർ എന്ത് ചെയ്തു, അതിൻ്റെ റേറ്റ് കൂടുന്നതിന് പകരം 80 ഗ്രാം ആക്കി, എന്നിട്ടത് 50 റുപ്പീസിന് കൊടുക്കാൻ തുടങ്ങി. അപ്പം നമ്മൾ ചിലപ്പം കൺസ്യൂമറായിട്ട് പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കില്ല, നമ്മൾ ആ റേറ്റ് കൂടിയില്ലല്ലോ എന്ന് മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. പക്ഷേ അവിടെ ക്വാണ്ടിറ്റി ഷ്രിങ്ക് ആവുന്നുണ്ട്. അതാണ് ഷ്രിങ്ക്ഫ്ലേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് നമുക്ക് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്താണെന്ന് നോക്കാം. ഇത് ഉദ്ദേശിക്കുന്നത് ഗുഡ്സ് ആൻഡ് സർവീസിൻ്റെ ഡിമാൻഡ് സപ്ലൈനേക്കാൾ സ്പീഡായിട്ട് ഇൻക്രീസ് ചെയ്യുവാണ്. അപ്പം പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നമുക്ക് ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റും അതിൻ്റെ ഡിമാൻഡ് കൂടുതലായിട്ട് വരുന്നുണ്ട് മാർക്കറ്റിൽ, പക്ഷേ അതിൻ്റെ സപ്ലൈ അത്രയൊന്നും വരുന്നില്ല. അപ്പം സപ്ലൈ കുറയുന്നു, പക്ഷേ ഡിമാൻഡ് കൂടുവാണെങ്കിൽ അവിടെ പ്രൈസ് ഇൻക്രീസ് ആവുമല്ലോ. സപ്പോസ് നമ്മുടെ മാർക്കറ്റിലും ഏതെങ്കിലും ഒരു സ്പെസിഫിക് സ്മാർട്ട് ഫോൺ 100 എണ്ണം മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത്, പക്ഷേ അതിൻ്റെ ഡിമാൻഡ് ഭയങ്കരമായിട്ട് വരുന്നുണ്ട്. പക്ഷേ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സപ്ലൈ എത്രയുള്ളത് 100 എണ്ണം മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡിമാൻഡ് ലാസ്റ്റ് ഒരു 150 പീപ്പിൾ അത് ചോദിച്ച് വരുവാണ്. അപ്പോൾ ഒരു 50 എന്തായി, ഡിമാൻഡ് അധികമായില്ലേ. ആ സമയത്ത് എന്താ സംഭവിക്കുക, പ്രൈസ് ഇൻക്രീസ് ആവും. കാരണം ഡിമാൻഡ് ഒത്തിരി ഉണ്ട്, സപ്ലൈ കുറവാണ്. അപ്പോൾ എത്ര പ്രൈസ് ഇൻക്രീസ് ആയാലും കുഴപ്പമുണ്ടാവില്ല എന്ന് തോന്നുമ്പോൾ പ്രൈസും ഇൻക്രീസ് ചെയ്യും. അപ്പോൾ ആദ്യം ഒരു 10,000 ആണെങ്കിൽ ചിലപ്പോൾ പിന്നെ അതൊരു 12,000 ഒക്കെ ആക്കിയെന്ന് വരാം. ഇതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. സിമ്പിളായിട്ട് ഇത്രയും പറഞ്ഞാൽ മതി. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ സപ്ലൈ കുറയുന്നു, പക്ഷെ അതിൻ്റെ ഡിമാൻഡ് വളരെയധികം കൂടുന്നു. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് അതിൻ്റെ റേറ്റ് കൂടും. ഇതാണ് ഡിമാൻഡ് പുൾ ഇൻഫ്ലേഷൻ. നെക്സ്റ്റ് ആയിട്ട് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്താണെന്ന് നോക്കിയാലോ. ഇത് ഉദ്ദേശിക്കുന്നതും ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള കോസ്റ്റ് ഇൻക്രീസ് ആവുമെന്ന് വിചാരിക്കാം. അത് ഇൻക്രീസ് ആകുമ്പം ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഇൻക്രീസ് ചെയ്യില്ലേ. ആ ഒരു സിറ്റുവേഷനെയാണ് കോസ്റ്റ് പുഷ് ഇൻഫ്ലേഷൻ എന്ന് പറയുന്നത്. ഒരു ക്രൂഡ് ഓയിൽ എക്സാമ്പിൾ വെച്ച് പറയുകയാണെങ്കിൽ ക്രൂഡ് ഓയിലിൻ്റെ പ്രൈസ് ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ഒബ്വിയസ്ലി ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൂടുന്നു. അപ്പോൾ തന്നെ പ്രൊഡക്ഷൻ കോസ്റ്റ് ഇൻക്രീസ് ആവും. അപ്പം ഇതെവിടെയാണ് എൻ്റെ ചെയ്യുന്നത്, എന്ത് പ്രൊഡക്റ്റാണോ ഉണ്ടാക്കുന്നത് ആ ഒരു പ്രൊഡക്റ്റിൻ്റെ പ്രൈസും ഇൻക്രീസ് ചെയ്യും അല്ലേ. ഇപ്പോൾ ക്രൂഡ് ഓയിൽ എന്നൊക്കെ പറയുമ്പോൾ എല്ലാത്തിനും എഫക്റ്റ് ചെയ്യില്ലേ. ഈ ഇമേജിൽ കാണിച്ച പോലെ ആദ്യം ഒരു 20 രൂപ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചിപ്സ് പാക്കറ്റ്, പിന്നെ ഈ ഒരു കാരണം കൊണ്ട് മാത്രം ഒരു 25 റുപ്പീസൊക്കെ ആയേക്കാം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ഇത്രയാണ് പറയുന്നത്. ഇനി കുറേ ടൈപ്സ് പറയാനുണ്ട്. അപ്പം എല്ലാം കൂടെ ചെയ്ത് ലെങ്തി വീഡിയോ ആക്കണ്ടെന്ന് കരുതിയിട്ടുണ്ട്. അപ്പം നെക്സ്റ്റ് ഇതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഹാപ്പി ലേണിംഗ്.